ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ സ്പൈഡർ വെബ് ബന്ധാനന്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ വേസ്റ്റിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാം, അതുപോലെ തന്നെ ഹെയറിലും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഗംഗയുടെ കോട്ടൺ ഡിലൈറ്റ് ആണ്. 3.5 ആണ് ഹുക്ക് സൈസ് എടുത്തിട്ടുള്ളത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 50 ഗ്രാമിന് താഴെ യാൺ മതിയാവും. ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാജിക് റിംഗിലാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ മാജിക് റിംഗ് അറിയാത്തവർ കുറെ കമന്റ് ചെയ്തിരുന്നു. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. കയ്യിൽ യാൺ ഇതേപോലെ പ്ലേസ് ചെയ്യട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആക്കി ചുറ്റിയിട്ട് ഈ യാണ് നമ്മൾ ഈ തമ്പ് കൊണ്ട് ഇവിടെ ഹോൾഡ് ചെയ്യാട്ടോ. എന്നിട്ട് ഇതേപോലെ തിരിച്ചു പിടിക്കുക. എന്നിട്ട് ഹുക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ മുകളിലുള്ള ലൂപ്പില്ലേ അതിനെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചടിച്ചിട്ട് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യട്ടോ. ഞാൻ ഇങ്ങനെയാണ് മാജിക് റിംഗ് ചെയ്യാറ്. വേറെയും കുറെ മെത്തേഡ് ഉണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും സുഖമായിട്ട് തോന്നിയ മെത്തേഡ് ഇതാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെയും മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാവുന്ന മെത്തേഡ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യട്ടോ. ഇതിന് ശേഷം ഒരു 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മാജിക് റിംഗിന്റെ ഉള്ളിൽ ഒരു 10 ഡബിൾ ക്രോഷേ ചെയ്യുക. ഹുക്കിൽ ഇതേപോലെ യാൺ ഓവർ ചെയ്തിട്ട് റിംഗിന്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ പുൾ ത്രൂ ചെയ്തിട്ട് ഒന്നും കൂടെ യാൺ ഓവർ ചെയ്യുക, ഒന്നും കൂടെ യാൺ ഓവർ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഇനി ബേസിക് സ്റ്റിച്ചുകൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ ബേസിക് സ്റ്റിച്ച് പഠിക്കുക എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അറിയാത്തവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. നമുക്ക് ആ ബേസിക് സ്റ്റിച്ചുകൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോഷയിലെ എല്ലാ പ്രൊജക്റ്റും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 10 ഡബിൾ ക്രോഷേ റിംഗിനുള്ളിൽ ചെയ്തതിന് ശേഷം റിംഗ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ യാണ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, ഇത് ക്ലോസ് ആവും. ഇതുപോലെ ക്ലോസ് ആക്കിയതിന് ശേഷം ഇത് തമ്മിൽ ജോയിൻ ചെയ്യേണ്ട. നമുക്ക് ഇതേപോലത്തെ ഒരു ഹാഫ് സർക്കിൾ ആട്ടോ വേണ്ടത്. അപ്പൊ ഇതേപോലെ കിട്ടും. ഇനി നമ്മൾ സെക്കൻഡ് റോ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ദെൻ 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇതിന് ശേഷം ഒന്ന് പ്രൊജക്ട് തിരിച്ചു പിടിക്കുക. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്ത അതേ സ്റ്റിച്ചിലേക്ക് തന്നെയാട്ടോ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യേണ്ടേ. അതിനുശേഷം ഒരു 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ചിലേക്കാട്ടോ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യേണ്ടേ. ഇതന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് എല്ലാ സ്റ്റിച്ചിലും ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ബന്ധാനയാട്ടത്. വളരെ കുറച്ച് സമയത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒരു 1 അവർ 1.5 അവറിനുള്ളിലൊക്കെ ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിന്റെ ഉള്ളിൽ തന്നെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മളിത് ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ കിട്ടും. എന്നിട്ട് അവിടുന്ന് ഒരു 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് പ്രൊജക്ട് തിരിച്ചു പിടിക്കുക. ആ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതേ സ്ഥലത്ത് തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യാം. എന്നിട്ട് സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യണം. അങ്ങനെ ടോട്ടൽ 2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ രണ്ടാമത്തെ റോയില് 3 ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇൻക്രീസ് ചെയ്യാണ്, ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ എക്സ്ട്രാ ഇടും. എന്നിട്ട് നെക്സ്റ്റ് ഡബിൾ ക്രോഷേ വരുന്നതിന്റെ മുകളിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക. 4 ചെയിൻ സ്റ്റിച്ച് ഇടുക. അതിനുശേഷം അടുത്ത് വരുന്ന ഡബിൾ ക്രോഷേന്റെ മുകളിലേക്ക് ഒരു ഡബിൾ ക്രോഷേ. ഇനി തേർഡ് റോയുടെ എൻഡ് എത്തുന്ന സമയത്ത് നമ്മൾ ഒരു ഡബിൾ ക്രോഷയും കൂടെ സെയിം സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അവിടെ 2 ഡബിൾ ക്രോഷേ വേണം കേട്ടോ. നമ്മൾ എൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ റോ എൻഡ് ചെയ്യുമ്പോഴും 2 ഡബിൾ ക്രോഷേ, സ്റ്റാർട്ട് ചെയ്യുമ്പോഴും 2 ഡബിൾ ക്രോഷേ വേണം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടാവും. അതിന്റെ കൂടെയാണ് നമ്മൾ 2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കേണ്ടത്. എൻഡ് ചെയ്യുമ്പോൾ 2 ഡബിൾ ക്രോഷേ മാത്രം മതി. ഫസ്റ്റ് വരുന്ന ഈ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് വേണം അടുത്ത ഡബിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ റോയില് നമ്മൾ 5 ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്യേണ്ടത്. 5 ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ഇതുപോലെ അടുത്ത് വരുന്ന ഡബിൾ ക്രോഷേന്റെ മുകളിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. വീണ്ടും 5 ചെയിൻ സ്റ്റിച്ച് ഇടുക. അങ്ങനെ ഈ റോ കണ്ടിന്യൂ ചെയ്ത് പോവാട്ടോ. സെയിം ഈ റോയി എൻഡ് ചെയ്യുന്ന സമയത്ത് 2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. പ്രൊജക്ട് തിരിച്ചു പിടിക്കുക. ഇനി സെയിം സ്റ്റിച്ച് തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് വേറൊരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യാം. ഇനി ഈ റോയില് നമ്മൾ 6 ചെയിൻ സ്റ്റിച്ച് ആണ് ഇടുന്നത്. ഒരു സ്റ്റിച്ച് നേരത്തെ റോനേക്കാൾ ഇൻക്രീസ് ചെയ്തിട്ടോ. സെയിം നമ്മൾ പ്രീവിയസ് റോസിൽ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇതുവരെ ചെയ്തതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത റോകളും ചെയ്യട്ടോ. ഞാനൊരു 10 ചെയിൻ സ്റ്റിച്ച് വരുന്നത് വരെ റോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കിട്ടുട്ടോ. ഈ അവസാനം വരുന്ന റോയില് എനിക്ക് 10 ചെയിൻ സ്റ്റിച്ച് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളും ചെയ്യുക. ടോട്ടൽ നമുക്കൊരു 9 റോസ് ആണ് വേണ്ടത്. ഇനി നമ്മൾ അടുത്ത റോക്ക് വേണ്ടിയിട്ട് 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് പ്രൊജക്ട് തിരിച്ചു പിടിക്കുക. സെയിം സ്റ്റിച്ച് തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് അടുത്ത ഡബിൾ ക്രോഷയും കൂടെ ചെയ്യാം.
അതിനുശേഷം നമ്മളൊരു 5 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ അടിയിലുള്ള റോക്ക് 10 ചെയിൻ സ്റ്റിച്ച് ആണ് കാണുക. എന്നിട്ട് നമ്മൾ 5ാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് കൗണ്ട് ചെയ്യുക. എന്നിട്ട് 5ാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും നമ്മളൊരു 5 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത് വരുന്ന ഡബിൾ ക്രോഷേന്റെ മുകളിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. ഇവിടേക്കാട്ടോ ഇനി ഡബിൾ ക്രോഷേ ചെയ്യണ്ടേ. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്യാം. ഈ റോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതാട്ടോ കണ്ടിന്യൂ ചെയ്യണ്ടേ. 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് താഴത്തുള്ള 5ാമത്തെ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. പിന്നെ ഒരു 5 സ്റ്റിച്ച് ഇടുക. ഡബിൾ ക്രോഷേന്റെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഈ റോ എൻഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ 2 ഡബിൾ ക്രോഷേ സെയിം സ്റ്റിച്ചിൽ വേണേ. നെക്സ്റ്റ് റോക്ക് വേണ്ടിയിട്ട് വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. പ്രൊജക്ട് തിരിച്ചു പിടിക്കുക. എന്നിട്ട് സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യുക. നെക്സ്റ്റ് വരുന്ന സ്റ്റിച്ചിലേക്ക് അടുത്ത ഡബിൾ ക്രോഷേ ചെയ്യുക. ഇനി നമ്മളൊരു 5 ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ അടുത്ത് വരുന്ന ഡബിൾ ക്രോഷേന്റെ മുകളിലേക്ക് വേറൊരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് സെയിം ഈ ഡബിൾ ക്രോഷ ചെയ്തതിന്റെ അതേ സ്റ്റിച്ചിന്റെ മുകളിലേക്ക് തന്നെ വേറൊരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്കൊരു വി സ്റ്റിച്ച് കിട്ടും. ഇപ്പൊ നമ്മൾ ചെയ്തത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത് വരുന്ന ഡബിൾ ക്രോഷേന്റെ മുകളിലേക്ക് ഡബിൾ ക്രോഷ ചെയ്യുക. ഈ സ്റ്റിച്ചിലേക്കാട്ടോ ഡബിൾ ക്രോഷ ചെയ്യണ്ടേ. ഇനി വീണ്ടും അവിടെ തന്നെ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതേ സ്റ്റിച്ചിലേക്ക് തന്നെ ഡബിൾ ക്രോഷ ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ വി സ്റ്റിച്ച് റിപ്പീറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഈ റോ ഫുള്ളായിട്ട് ഈ പാറ്റേൺ ഫോളോ ചെയ്യട്ടോ. ഈ റോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. പ്രൊജക്ട് തിരിച്ചു പിടിക്കുക. ആദ്യം കാണുന്ന സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് അടുത്ത ഡബിൾ ക്രോഷ ചെയ്യുക. ഇനി നമ്മളൊരു 5 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഡബിൾ ക്രോഷേന്റെ മുകളിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കാണുന്ന സ്റ്റിച്ചിലേക്ക് വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും ഒരു 5 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത് കാണുന്ന ഡബിൾ ക്രോഷേന്റെ മുകളിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. ഇതന്നെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. എന്നിട്ട് വി സ്റ്റിച്ച് വരുന്ന സ്ഥലത്ത് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നെക്സ്റ്റ് ഡബിൾ ക്രോഷേന്റെ മുകളിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. അല്ലാത്ത സ്ഥലത്ത് 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഡബിൾ ക്രോഷേ ചെയ്യുക കേട്ടോ. അപ്പൊ ഈ റോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മുടെ ലാസ്റ്റ് റോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം കാണുന്ന സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. നെക്സ്റ്റ് കാണുന്ന സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ കൂടെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 2 സിംഗിൾ ക്രോഷേ. ഇനി ഒരു 6 ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് നെക്സ്റ്റ് ഡബിൾ ക്രോഷേന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 7 ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി 2 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ വീതം ചെയ്ത് കൊടുക്കുക. ഇത് അതുപോലെ കേട്ടോ. ഞാൻ ഈ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലേക്കാണ് സിംഗിൾ ക്രോഷ ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെയും അടുത്ത സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കും. ഈ ടിപ്പ് ഇതുപോലെ ഇങ്ങനെ കൂർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളൊരു 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത് കാണുന്ന ഡബിൾ ക്രോഷേന്റെ മുകളിലേക്ക് വേറൊരു ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇതേപോലെ കിട്ടുട്ടോ. നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മളൊരു 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അടുത്ത ഡബിൾ ക്രോഷേന്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ ചെയ്യുക. ഈ പാറ്റേൺ ഇല്ലേ, ഇത് തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള ബാക്കി ഡബിൾ ക്രോഷേന്റെ മുകളിലും ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പാറ്റേൺ തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാം. എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യട്ടോ. ബാക്കി എല്ലാ ഡബിൾ ക്രോഷേന്റെയും മുകളിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്താൽ ഇതേപോലെ കിട്ടുട്ടോ. നമുക്ക് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് യാണ് കട്ട് ചെയ്യുക. ഇനി ഇതിന്റെ 2 അറ്റത്ത് ഇത് കെട്ടാൻ വേണ്ടിയിട്ട് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ടൈ പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ടൈക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 90 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് കെട്ടാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചെയിൻ സ്റ്റിച്ച് ഇതുപോലെയാണ് യാൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. 2 സൈഡിലും സെയിം ഇതേപോലെ ചെയ്തെടുക്കുക. ഇപ്പൊ നമുക്ക് ഇതേപോലെ കിട്ടുട്ടോ. ഇതേപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി വേറെ എന്തെങ്കിലും പ്രൊജക്ട് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.